ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഒരു തട്ടുകട സ്പെഷ്യൽ ബീഫ് കറി. അപ്പൊ നമ്മൾ ബീഫ് ആദ്യം കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഒരു സബോള, ഒരു പച്ചമുളക്, കുറച്ച് തക്കാളി, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അങ്ങോട്ട് അടച്ചു വെക്കാം. എന്നിട്ടൊരു 5-6 വിസില് മാക്സിമം മതി, അപ്പോഴേക്കും വേവും. ഓക്കെ, അപ്പൊ നമുക്ക് മസാല പ്രിപ്പയർ ചെയ്താലോ. ഞാൻ ഇരുമ്പിന്റെ ചീൻചട്ടിയിലാണ് കേട്ടോ മസാല പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ ചീൻചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു വേറൊരു ടേസ്റ്റ് ആണ് എനിക്ക് തോന്നാറ്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോളയും ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ നേരത്തെ ബീഫിനകത്തേക്ക് എല്ലാം കുറച്ചാണ് ആഡ് ചെയ്തത്. അപ്പൊ ബീഫിലേക്ക് ബാലൻസ് വേണ്ട മസാലകളെല്ലാം നമുക്ക് ഇനിയാണ് ഇടേണ്ടത്. അപ്പൊ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും 3 കൂടി ആണ് ഇപ്പൊ മിക്സ് ചെയ്തത് കേട്ടോ. വന്നതിന് ശേഷം കുറച്ച് തക്കാളി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ബീഫ് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താലോ. ബീഫ് അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായി അങ്ങ് ഇളക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് വെള്ളം അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. ഡ്രൈ ആക്കിയിട്ടല്ലേ എല്ലാവർക്കും ഇഷ്ടം അല്ലേ. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ പൊന്നൂസിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതാ, ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല ചൂടുണ്ടേ. സൂപ്പർ, അടിപൊളി. ഞാൻ മറ്റോണ്ട് പറയാ സൂപ്പർ. പൊന്നൂസിന് കഴുകി കൊടുക്കാണ്. സൂപ്പർ. ഇതാ, ഇനി വേണോ? എനിക്ക് മുളക് പൊടി വേണം. ഒരു മുളക് ചൂട് പറക്കണു, ആവി പറക്കണം.